الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا لقيتم فئة فاثبتوا واذكروا الله كثيرا لعلكم تفلحون وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين ولا تكونوا كالذين خرجوا من ديارهم بطرا ورئاء الناس ويصدون عن سبيل الله والله بما تعملون محيط. صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്തിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഒരു വിഷമം പിടിച്ചൊരു കാലഘട്ടമാണ് എന്ന് കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് അന്വേഷണീയമായ സംഗതികൾ ഇങ്ങനെ ജീവിതത്തെ മുച്ചൂട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കൂട്ടക്കൊലകൾ, കൊലപാതകങ്ങൾ, അഴിമതി, വെട്ടിപ്പ്, കുഴിച്ചുകൊടുക്കും, സ്ത്രീപീഡനങ്ങൾ, ഇങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നു വരുന്ന ഈ സംഗതികൾ കൂടിക്കൂടി വരിക. 2015 അവസ്ഥയെ അപേക്ഷിച്ച് 2016 കൂടുതൽ മോശമായ ഒരു ആഗോള സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെല്ലാം എന്തോ ഒരു ലഹരി പിടിച്ച് ദുനിയാവിൽ സമ്പാദിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. നമ്മുടെ നോട്ട് അസാധുവാക്കാനെ സംബന്ധിച്ച് വാർത്തകൾ നമ്മൾ വായിക്കാറുണ്ട്. പഴയ നോട്ട് പുതിയ നോട്ട് കൊടുക്കണം, വാങ്ങണം, അതിലൊക്കെ കാട്ടിക്കൂട്ടുന്ന വലിയ വലിയ ആളുകൾ എന്ന് വിചാരിക്കുന്ന ആളുകൾ കാട്ടിക്കൂട്ടുന്ന തട്ടിപ്പുകൾ, അതിന്റെ പേരിൽ ഒരു കൊലപാതകങ്ങൾ, ഇങ്ങനെ നാട്ടിന്റെ നാനാഭാഗത്തും, നമ്മുടെ നാട്ടിൽ മാത്രമല്ല, നമ്മൾ യൂറോപ്പിലേക്ക് നോക്കിയാൽ, പശ്ചിമേഷ്യയിലേക്ക് നോക്കിയാൽ, ആഫ്രിക്കയിലേക്ക് നോക്കിയാൽ, അങ്ങ് കിഴക്കനേഷ്യയിലേക്ക് നോക്കിയാൽ ഒക്കെ ഇത് കാണാൻ കഴിയും. റോഹിംഗ്യ മുസ്ലിങ്ങളുടെ അവസ്ഥയെ സംബന്ധിച്ച് ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഒരുപാട് കാലത്ത് സഹസ്രാബ്ദങ്ങളുടെ സുദീർഘമായ ചരിത്രമുള്ള സിറിയ ഇപ്പോൾ ഒരു
കുറെ കല്ലുകട്ടകളുടെ ഒരു യുദ്ധഭൂമിയായിട്ടാണ് കാണുന്നത്. ലബനാനിലും പലസ്തീനിലും അതുപോലെ യമനിലും പല സ്ഥലത്തും വളരെ കൃത്യമായ ആസൂത്രണം ചെയ്ത അക്രമങ്ങളായിരുന്നു നടക്കുന്നത്. ലോകത്തിലെ വലിയ കൊമ്പന്മാരുമായ ആൾക്കാർ, അവരുടെ രാഷ്ട്രത്തിന്റെ തലവന്മാരായി വരുന്ന ആളുകൾ ഇതിനൊക്കെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനൊക്കെ ഒരു പരിഹാരമില്ല. ഒരു ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്ന ഒരു സംഖ്യ, നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാട്. ഈ മിഡിൽ ക്ലാസ് പെട്ട നമ്മളെ കുറച്ച് ആളുകൾ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിലും നാഴകടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിന് വസ്ത്രമില്ലാത്തതിന്റെ പേരിൽ തണുപ്പത്ത് പോച്ച് വിറച്ച് നടക്കുന്ന ആളുകൾ, സ്വന്തം വീട്ടിൽ താമസിക്കാനാവാതെ അഭയാർത്ഥികളായി ലക്ഷങ്ങൾ, 10,000-10,000 ലക്ഷങ്ങൾ. ഇതൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഒരു സത്യവും സ്നേഹവും ഉള്ളൊരു മനുഷ്യ മനസ്സിലൊക്കെ കേട്ടാൽ പലപ്പോഴും വല്ലാണ്ട് മനസ്സ് വേദനിച്ചു, വിറങ്ങലിച്ചു. ആഴത്തിൽ വിവരമില്ലെങ്കിൽ നിരാശ ബാധിക്കുകയും ചെയ്യും. ആ തരത്തിലുള്ള ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചവും ഭൂമിയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ലഭ്യമാവുന്നില്ല എന്നാണ് പ്രായോഗിക ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എവിടെ തകരാറ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു മനോഭാവം ഉണ്ടാവാം. അവന്റെ മനോഭാവം അങ്ങനെയാണ്. ഒരു മനോഭാവത്തിന് ഒരു ക്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ആളെ ചീത്ത പറയുന്നു, ഒരു നല്ല മനോഭാവത്തിന് വരുന്നതല്ല. ഒരാളിന്റെ പൈസ തട്ടിയെടുക്കുന്നു, ഒരു നല്ല മനോഭാവത്തിന് വരുന്നതല്ല. അതും ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന ആളുകൾ. ഒരു നാടിന്റെ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം പുറത്തായി, പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചാണ്. സാധാരണക്കാരനും കൂടി അനുഭവിക്കേണ്ട ധനം അത് കിട്ടാൻ സാധ്യതയില്ലാത്ത കെട്ടിക്കൂട്ടി വീട്ടിൽ മക്കളെ വീട്ടിലൊക്കെ വെച്ചു. ഇങ്ങനെ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു പ്രത്യേകമായ, അപ്പൊ അതൊക്കെ മനോഭാവത്തിൽ നിന്നുണ്ടാവുന്നത്. അപ്പൊ വിജ്ഞാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ് മനോഭാവം ഉണ്ടാവുന്നത്. അപ്പൊ ആ മനോഭാവമാണ് യഥാർത്ഥത്തിൽ ഈ പെരുമാറ്റ രീതികൾ ഉണ്ടാകുന്നത്. അധികം ആളുകൾക്കും അനഭിലഷണീയമായ പെരുമാറ്റ രീതികൾ, നടപടിക്രമങ്ങളൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ശരിയായ നില, മെന്റാലിറ്റി ഓർഡർ എന്താണ്, മനോഭാവ ക്രമം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിക്കുന്നു. മനോഭാവ ക്രമഭംഗം എന്താണ്, എങ്ങനെ സംഭവിക്കുന്നുണ്ട്, എങ്ങനെ അതിനെ നേരിടാം എന്നതും ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. പക്ഷെ ആധുനിക ലോകത്തെ പ്രശ്നങ്ങളെ വളരെ യുക്തിഭദ്രമായും ശാസ്ത്രീയമായും അപഗ്രഥിച്ചുകൊണ്ട് ഖുർആനിൽ നിന്ന് അതിന്റെ സൊല്യൂഷൻ, അതിന്റെ പരിഹാരം എക്സ്ട്രാക്ട് ചെയ്യാൻ ഇസ്ലാമിക പണ്ഡിതന്മാര് അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും വരെ തുടങ്ങിയത് ഒരു നൂറ്റാണ്ടുകളായി തന്നെയാണ്. ലോകത്തിന്റെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മനുഷ്യന്മാർ ഒരുപാട് വേദനയും കഷ്ടപ്പാടും അനുഭവിക്കുന്നുണ്ട്. അവരുടെ കൈവശമൊക്കെ അതിന്റെ പരിഹാരമുള്ള പരിശുദ്ധ ഖുർആനുണ്ട് തന്നെ. പക്ഷേ സമകാലിക മനുഷ്യരുടെ പ്രശ്നങ്ങൾ എന്താണ്, ഏത് തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് വിശദീകരിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിനുള്ള പരിഹാരം, കാലികമായി അത് ജനങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്നതിനെ സംബന്ധിച്ച് ഒന്ന് ഗവേഷണം നടത്തുകയോ പഠിക്കുകയോ അവതരിപ്പിക്കുകയോ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഉൾപ്പെടെയുള്ള ഈ സമൂഹത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ അമ്പെ പരാജയമാണ്, യാതൊരു സംശയം. അത് മാത്രമല്ല, നമ്മുടെ ഇടയിലുള്ള ഭിന്നിപ്പ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഭിന്നിച്ചാൽ നിങ്ങളെ ഭയം പിടികൂടും എന്ന് പറഞ്ഞു. അപ്പൊ ഭിന്നിപ്പ് കൊണ്ട് നമുക്ക് ഭയമാണ്, എല്ലാവർക്കും ഭയമാണ്. എന്തെങ്കിലും അക്രമം ആരെങ്കിലും ചെയ്താൽ, യാതൊരു ന്യായവുമില്ലാതെ ഒരാളെ ഉപദ്രവിച്ചാൽ അതിനെതിരെ ശബ്ദിക്കാൻ പോലും ആർക്കും കഴിയില്ല. കാരണം ഉള്ളിൽ ഭയം. എനിക്ക് നിങ്ങൾക്കൊണ്ട് എങ്ങനെയും കിട്ടിയ കാലം
ഇവിടെ വലിയ കുഴപ്പമില്ലാതെ ഭാര്യ മക്കളെല്ലാം ജീവിച്ച് കഴിഞ്ഞു പോകാൻ വയ്യ, എല്ലാം പോയി കിടക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം വേണ്ടണ്ട എന്നുള്ളതാണ് ഓരോ നേതാവും പണ്ഡിതനും വിചാരിക്കും. ഇതെന്തുകൊണ്ട് വിചാരിക്കുന്നു എന്നല്ല പറഞ്ഞു, നിങ്ങളുടെ ഇടയിലുള്ള ഭിന്നിപ്പാണ്. പല തനാസകളും ഭരിക്കുന്ന നിങ്ങൾ ഭിന്നിക്കരുത്. ഭിന്നിച്ചാൽ നിങ്ങളെ ഭയപ്പെടും, നിങ്ങൾക്ക് ഭയം കയറുന്ന നിങ്ങളെ കാറ്റ് പോകും. നല്ല പ്രയോഗം. നിങ്ങളെ ഊർജം നഷ്ടമാവും എന്ന് പറയുന്നത് നിങ്ങളെ കാറ്റ് പോകുക. ഇത് കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും സംഭവവികാസങ്ങളല്ല, ലോക ആഗോള അടിസ്ഥാനത്തിൽ ഉള്ള സംഭവവികാസങ്ങളാണ് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് യഥാർത്ഥ മെന്റാലിറ്റി ഓർഡർ എന്ന് മനസ്സിലായാലേ മെന്റാലിറ്റി ഡിസോർഡർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്കിലേ അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഒരാളെ കണ്ടാൽ പുഞ്ചിരിക്കുക. ഒരാളോട് പുഞ്ചിരിക്കണമെങ്കിൽ അവന്റെ ഉള്ളിൽ സന്തോഷവും സ്നേഹവും വേണം. അപ്പൊ അവൻ എന്റെ സഹോദരനാണ് എന്ന പരിഗണന വേണം. ഇന്നമൽ മോഹിനി അല്ല, മനുഷ്യ സഹോദരന്മാർക്ക് അങ്ങനെ തന്നെ. ആദമിന്റെ മക്കളെല്ലാം ആണും പെണ്ണും ഒന്നാണ്, ഇവിടെന്നാ വന്നത് എന്ന ഒരു വിവരവും വിശ്വാസവും അതിനനുസരിച്ച് മനോഭാവമുണ്ട്. അപ്പൊ കണ്ടാൽ പുഞ്ചിരിക്കണം. നീ നാക്കെടുത്താലോ നീ അവന് സമാധാനം ആശംസിക്കണം. അസ്സലാമു അലൈക്കും എന്ന് പറയണമെന്നാണ്. സമാധാനം ആശംസിക്കണം. അത് ദുആണ്. അതാണ് ഇബാദത്ത്. അവന് സമാധാനം ആശംസിക്കണമെങ്കിൽ എന്റെ മനസ്സിൽ അവനെ കുറിച്ച് നല്ല ചിന്താഗതി വേണം, അവനോട് സ്നേഹം വേണമല്ലോ. അപ്പൊ എന്റെ മനോഭാവം ശരിയാവണം. ആദ്യം അത് വിജ്ഞാനം വേണം, വിശ്വാസം വേണം, എന്നാലും മനോഭാവം ശരിയാവണം. യസ്സിറു വലാ തുഅസ്സിറു. നിങ്ങൾ കാര്യങ്ങൾ നടക്കുമ്പോ എളുപ്പമാക്കുക, വിഷമുണ്ടാക്കരുത്. ഒരാളെ കണ്ടുകൂട്ടിയാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മളെ വിളമ്പി കൊടുത്തിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ബശ്ശിറു വലാ തുനഫിറു. നിങ്ങൾ സന്തോഷ വാർത്ത പറയുക, വെറുപ്പിക്കരുത്. ഇനി ഒന്ന് ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ അതേ ഒരാളെ കണ്ടാൽ അല്ലെങ്കിൽ കുടുംബത്തിൽ സന്ദർശിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് സന്ദർശിച്ചാലും അവർ ഇങ്ങോട്ട് സന്ദർശിച്ചാലും ചില മനുഷ്യന്മാർ അതുവരെ ഉണ്ടായിരുന്ന എല്ലാം നെഗറ്റീവ്സിന്, അതായത് പതനങ്ങള്, നഷ്ടങ്ങളുടെ, രോഗങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ ഒരു വലിയ നീണ്ട ചിത്രം. അല്ലാഹുവിന്റെ റസൂൽ മറുപടി പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. അങ്ങനെ പറയണ്ട. കാരണം അത് അറിയാതെ യാതൊന്നും വരില്ല. എല്ലാ ഓരോന്നിലും നിനക്കൊരു പരീക്ഷണം ഉണ്ടാവും. അത് സഹിച്ച് അല്ലാഹുവിന്റെ സഹായം പറ്റി പോണതിന് കൂലി ഉണ്ടാവും. അപ്പൊ നമുക്ക് കൂലി നൽകാനാണ് നമുക്ക് നൽകുന്ന വിഷമങ്ങൾ എന്നൊരു ബോധം വേണം. പരലോകത്ത് പുണ്യം ലഭിക്കാനാണ്, ദുനിയാവിൽ ജീവിതം പഠിപ്പിക്കാനാണ് വിഷമങ്ങൾ ഉണ്ടാവുന്നത് എന്നൊരു ബോധം വേണം. അതാണ് മെന്റാലിറ്റി ഓർഡർ എന്ന് പറയുന്നത്. ഒരുപാട് സംഗതികൾ. മാതാപിതാക്കളെ ബഹുമാനിക്കണം. ബഹുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വൃദ്ധസംഗതി കൊണ്ടാക്കുക എന്നുള്ളതല്ല. അപ്പൊ അങ്ങനെയാണല്ലോ. മാതാപിതാക്കൾ ഭയങ്കര ആദരവാണ്, അതുകൊണ്ട് വൃദ്ധസംഗതിയിലാക്കുക. എനിക്ക് ലണ്ടനിൽ പോകണം, പെങ്ങൾ അമേരിക്കയിലാണ്. അപ്പൊ അതുകൊണ്ട് ഉമ്മയോ നോക്കാം, വാപ്പയോ നോക്കാനല്ല, നവീന അടുത്ത വൃദ്ധസംഗതിയിൽ കൊണ്ടല്ലേ. വൃദ്ധസദനത്തിലെ കുട്ടിയുമായിട്ട് ഒരു ചെറുപ്പക്കാരൻ കുട്ടിയുമായിട്ട് വൃദ്ധസദനത്തിൽ പോവാ, സ്വന്തം പിതാവിനെയും മാതാവിനെ ഉണ്ടാക്കാം. അപ്പൊ അവിടുത്തെ മാഷൻ പറയും, സാർ ഒരു വമ്പൻ ഓഫറുണ്ട്, ആഫ്റ്റർ 25 years 30 years നിങ്ങൾക്ക് ഇവിടെ വരേണ്ടിയില്ല, അതുകൊണ്ട് ഇപ്പോ ബുക്ക് ചെയ്യാൻ പറ്റും സാർ എന്ന് പറഞ്ഞ ഒരു രംഗം എവിടെയോ ഞാൻ കണ്ടു. ചെറുപ്പക്കാരനാണ്, അവർ 30 കൊല്ലം കഴിഞ്ഞാൽ അവനും അവൻ്റെ ആ മറ്റേ കുട്ടി കാറിലിരിക്കുന്ന ചെറിയ കുട്ടി അവനെയും കൊണ്ടുവരും. അപ്പൊ അന്ന് നിങ്ങൾക്ക് ചെറിയ നല്ല റിഡക്ഷൻ കിട്ടാൻ ഇപ്പോ 30 പൈസ അടച്ചോളാൻ പറഞ്ഞിട്ട് ചിന്തിപ്പിക്കുന്നവരുണ്ട്. ചുരുക്കത്തിൽ മൂത്തവരെ ബഹുമാനിക്കണം, പണ്ഡിതന്മാരെ ആദരിക്കണം, താഴെയുള്ള ആളുകളോട് സ്നേഹത്തോടെ പെരുമാറണം. ഇതൊക്കെയാണ് ഓർഡറായിട്ട്. അതായത് മെന്റാലിറ്റി ഓർഡർ എന്ന് ഖുർആനിൽ ഒരുപാട് സംഗതികൾ പറയും. ധനവധി പിടിച്ചു വയ്ക്കരുത്, ശുഭ ചിന്ത വേണം, അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും നല്ലതായി ചിന്തിക്കാവൂ, അള്ളാഹുവിനെ കുറിച്ച് സ്മരണ വേണം, നമസ്കാരം നിലനിർത്തണം, തഹജ്ജുദ് നിസ്കരിച്ച് കൂടുതൽ ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മെന്റാലിറ്റി ഓർഡർ ആയി തീരുമാനിച്ചു. കാരണം ഈ പ്രപഞ്ചത്തിന്റെ ജീവിതവുമായിട്ട് നമ്മൾ അലിഞ്ഞേർന്നാണ് ജീവിക്കുന്നത്. പ്രപഞ്ചത്തിന് ഒരു ക്രമമുണ്ട്. അതിന്റെ രക്ഷിതാവിന്റെ നിയമത്തിന് ഇങ്ങനെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ടാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രാദി ഗോളങ്ങളും ഈ ഭൂമിയും ഇവിടെയുള്ള സകലതും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ ജീവിക്കുന്ന മനുഷ്യൻ
അവനും ആ പ്രപഞ്ചത്തിന്റെ ക്രമത്തോടൊപ്പം പോകണം. അതുകൊണ്ട് അവന്റെ സ്വഭാവ വിശേഷങ്ങൾ ഇന്നതായിരിക്കണം എന്ന് ഖുർആനിൽ കൃത്യമായി പറയുന്നു. അതല്ലാതെ എല്ലാ സമയത്തും അവന്റെ നിനക്ക് വേണം. ഇത് കിട്ടിയില്ലെങ്കിൽ മനുഷ്യന് ആദ്യം ഉണ്ടാവും. കാരണം എനിക്ക് കിട്ടും അപ്പൊ ആദ്യം ഉണ്ടാവും. കിട്ടാതെ ഒരു അസുഖമുണ്ടാവും, വിദ്വേഷം ഉണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും, കൊലപാതകം ഉണ്ടാവും, സകല ജാതി പ്രശ്നങ്ങളുണ്ടാവും. മനുഷ്യ മനസ്സിൽ കുറെ ത്വരകളുണ്ട്, താല്പര്യങ്ങൾ. മനസ്സിനെ മൂന്നായി ഭാഗിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അത് അടിസ്ഥാന താഴേക്കടയുടെ മനസ്സ്, ലോവർ സൈഡ്. ഇന്ന നഫ്സൽ അമ്മാറത്തും ബിസ്സൂഅ്, തിന്മയിലേക്ക് ചായ്വുള്ള മനസ്സ്. സ്വതേതല്ല തിന്മയല്ല. വെള്ളം കുടിക്കണം എന്നുള്ളത് തിന്മയല്ല, ആഹാരം കഴിക്കണം എന്നുള്ളത് തിന്മയല്ല. അപ്പൊ വിശപ്പ്, ദാഹം എന്നത്, ലൈംഗിക ആവശ്യങ്ങൾ എന്നുള്ളത് മനുഷ്യന് അടിസ്ഥാനപ്രകൃതമായത് തീരുമാനിച്ചാൽ. പക്ഷെ വെള്ളം കുടിക്കുമ്പോ ഏത് വെള്ളവും കയറി കുടിച്ചളയരുത്. അത് നജീസുണ്ടോ, അത് താഹിറാണോ തഹൂറാണോ നോക്കണം. മറ്റൊന്നത് ഹലാലാണോ ഹറാമാണോ നോക്കണം. ആഹാരം അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ വംശവർദ്ധനവിന്റെ ലൈംഗിക ആവശ്യം ഉണ്ടാകുമ്പോ എവിടെയും കയറി പോകരുത്, അങ്ങനെ ഹലാലായി കിട്ടണം. വളരെ അടിസ്ഥാനപരമായ സംഭവം. അതാണ് ഓർഡർ. ആ ഓർഡറെ നിഷേധിക്കുന്നതൊക്കെ മെന്റാലിറ്റി ഡിസോർഡർ, അത് രോഗമാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ വിലയിരുത്തുമ്പോൾ ആധുനിക ലോകത്തെ വലിയ ശാസ്ത്രജ്ഞന്മാർക്കും ഭരണാധികാരികൾക്കും അധികം ആളുകൾക്കും മാനസിക രോഗമാണ്. ഇതൊരു മെന്റാലിറ്റി ഡിസോർഡറാണ്. കാരണം അധികാരം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്നു, മെന്റാലിറ്റി ഡിസോർഡറാണ്. പണം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്നു, മെന്റാലിറ്റി ഡിസോർഡറാണ്. അതുപോലെ തന്നെ സുഖിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നു, മെന്റാലിറ്റി ഡിസോർഡർ. കാരണം അങ്ങനെ സുഖിക്കാൻ പോയാൽ അവസാനം അപകടം ഉണ്ടാവും. ഏത് വെള്ളവും നീ കുടിച്ചാൽ അത് നിന്നെ ഹലാക്കിലാക്കും. എന്തും നീ കഴിച്ചാൽ അത് കുഴപ്പമുണ്ടാക്കും. എവിടെയും നീ കയറി ലൈംഗിക പൂർത്തീകരണം നടത്തിയാൽ അത് നിനക്ക് പ്രശ്നം ഉണ്ടാക്കും. ക്ലിയറാണ്. അപ്പൊ അതിനൊക്കെ ഒരു ക്രമം നിശ്ചയിച്ചു. ആ ക്രമം തെറ്റിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജനസമൂഹം അവരെ യോജിപ്പുണ്ടാവില്ല. അവർക്ക് ശക്തമായി നിൽക്കാൻ കഴിയില്ല. അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. അതാണ് ആധുനിക ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ വിലയിരുത്തി നോക്കുക. അല്ലാഹു ഖുർആനില് അഭിലഷണീയമെന്ന് പറയുന്ന എണ്ണി പറഞ്ഞ ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് മനോഭാവങ്ങളും അതനുബന്ധിച്ച് പ്രവർത്തനങ്ങളും. അത് തൊട്ട് തീണ്ടാത്ത, അത് വിശ്വസിക്കാത്ത, അതിനെക്കുറിച്ച് അറിയാത്ത ആളുകളാണ് അധികവും ലോകത്തുള്ളത്. അത്തരം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധയിൽ നിന്ന് മാറിയായിരിക്കും ജീവിക്കുക. അവർക്ക് അല്ലാഹുവിന്റെ നിയമം അനുസരിച്ച് കരുണാമയന്റെ ശ്രദ്ധ വിട്ടാൽ അവനൊരു പിശാചിനൊരു കൂട്ടാളിയായി നാം നിയമിച്ചു കൊടുക്കും. ആ കൂട്ടാളി ചെയ്തു കൂട്ടുന്ന ഒരുപാട് അനർത്ഥങ്ങളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. തിന്മകൾക്ക് പ്രേരിപ്പിക്കും. അപ്പൊ മനുഷ്യരിൽ അധികം ആളുകളുടെയും മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവും അവന്റെ മലക്കുകളും എല്ലാ പിശാചിന്റെ ദുർബോധനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇന്നും നിലനിൽക്കുകയല്ല, മുമ്പ് തന്നെ അത് ഉണ്ടായിരുന്നതാണ്. അതിലൊരുപാട് പൊങ്ങച്ചങ്ങളുണ്ട്. അങ്ങനെ പിശാച് മനുഷ്യ മനസ്സിനെ വഴിതെറ്റിച്ച് അപകടത്തിലാക്കിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത്തരം ഒരു ഉദാഹരണമാണ് സൂറത്തുൽ അൻഫാലിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കേൾപ്പിച്ചത്. അതിനു മുമ്പ് സത്യവിശ്വാസികളോട് ഒരു ഉപദേശം കൊടുത്തിട്ടാണ് ആ കാര്യങ്ങൾ അല്ലയോ സത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ. സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കൂട്ടം ഒരു വർഗത്തിന്റെ ജാതിയുടെ പേരൊന്നും അല്ല. അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. അല്ല, സത്യത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇത് ബാധകമാവുള്ളൂ. റേഷൻ കാർഡിൽ പേരുള്ളതുകൊണ്ട് സത്യവിശ്വാസികളുടെ കൂടെ പെടുന്നില്ല. അതുപോലെ തന്നെ പാസ്പോർട്ടിൽ പേര് മുസ്ലിം ആയതുകൊണ്ട് സത്യവിശ്വാസികളുടെ കൂടെ പെടുന്ന ആരും വിചാരിച്ച് നടക്കേണ്ട ആവശ്യമില്ല. വോട്ടേഴ്സിന് റേഷൻ കാർഡിലും അയാൾക്ക് പേരുണ്ടാവും. അത് ഈ ലോകത്തിന്. പക്ഷെ അതല്ല അടുത്തുള്ള സത്യവിശ്വാസം. സത്യത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് കേൾക്കാം. അല്ലയോ വിശ്വാസികളെ, സത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, നിങ്ങളൊരു സംഘത്തെ കണ്ടുപിടിയാൽ എന്നാ പറഞ്ഞത് ബദറുമായി ബന്ധപ്പെട്ടാൽ വിഷയം വന്നത്. പക്ഷെ അവിടെ ജയ്ഷ് എന്ന വാക്കുള്ള ഉപയോഗിച്ചില്ല. നിങ്ങളൊരു സൈന്യത്തെ കണ്ടുപിടിയാൽ ഉപയോഗിച്ചില്ല, ഒരു സംഘത്തെ കണ്ടുപിടിയാൽ. പണ്ഡിതന്മാരുടെ ശത്രു സംഘത്തെ കണ്ട, സൈന്യ സംഘത്തെ കണ്ടെത്തിയാൽ എന്നൊക്കെ എഴുതി മലയാളത്തിൽ എഴുതി ചേർന്നിട്ടുണ്ട്. എന്തുകൊണ്ട് അത് എപ്പോഴും ഈ സൈന്യം തന്നെ ആയിക്കൊള്ളുന്നില്ല.
നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു സംഘവും നിങ്ങളുമായിട്ട് മുഖാമുഖം മുട്ടേണ്ട ഒരുപാട് അവസരം ജീവിതത്തിലുണ്ടാവും. അപ്പോ ഒരിക്കലും ശത്രുവുമായിട്ട് നേരിട്ട് മുട്ടണം, മുഖാമുഖം ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്, കൊതിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും തരത്തിൽ ശത്രുവുമായി മുഖാമുഖം വാക്കാലോ അല്ലെങ്കിൽ വാളാലോ ഉണ്ടാവുന്നതിന് ഒഴിവാക്കി തരണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും കുഴപ്പമുണ്ടാക്കാനല്ല പറഞ്ഞത്, ഏതെങ്കിലും തരത്തിൽ ശത്രുവുമായി കണ്ടുമുട്ടാതെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഇനി അഥവാ കണ്ടുമുട്ടിയാൽ അവിടെ അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. കണ്ടുമുട്ടിയാൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ആദർശത്തിൽ രാജ്യാവരുത്, ഭീരുത്വം കാണിക്കരുത്, പിന്നൊക്കെ പോകരുത്, ഉറച്ചു നിൽക്കണം. നിങ്ങൾ ധാരാളമായി അല്ലാഹുവിനെ ഓർത്തുകൊള്ളുക, നിങ്ങൾ വിജയിക്കും. ഇതാരാ പറഞ്ഞത്? ഇതെല്ലാം നിയന്ത്രിക്കുന്ന മഹോന്നതനായ പ്രതാപശാലിയായ സർവജ്ഞാനിയായ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, നിങ്ങൾ മനോഭാവനയായിരിക്കണം. നിങ്ങൾക്ക് സത്യത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാവണം. സത്യത്തിൽ അടിയുറച്ച വിശ്വാസം ഉണ്ട്. അതാണ് ആമനു എന്ന് പറഞ്ഞത്. ആ വിശ്വാസത്തിൽ അല്ലാഹു തആല നമ്മളെ രക്ഷിച്ചുകൊള്ളും. അല്ലാഹു യഅസിമുക മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് നിന്നെ അല്ലാഹു രക്ഷിച്ചുകൊള്ളും ഈ സത്യം പറയുമ്പോൾ കുഴപ്പമുണ്ടായാൽ. അതുകൊണ്ട് നിങ്ങൾ ഉറച്ചു തന്നെ നിൽക്കണം. വദ്കുറുല്ലാഹ കസീറ, ധാരാളമായി അല്ലാഹുവിനെ ഓർക്കണം, ഉറച്ചിക്കണം, അല്ലാഹുവിനെ ഓർക്കണം. വഅതിഉല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണം. എന്നിട്ട് വലാ തനാസഉ വതഫ്ശലു വതദ്ഹബ റീഹുകും, നിങ്ങൾ ഭിന്നിക്കരുത്. നിങ്ങൾ ഓരോ ന്യായം പറഞ്ഞുകൊണ്ട് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം കൂട്ടത്തിലുള്ളതിനെ പുറത്താക്കാൻ ഭിന്നിക്കുകയും ചെയ്യരുത്. അങ്ങനെ ഉണ്ടാൽ ഫതഫ്ശലു വതദ്ഹബ റീഹുകും, എടുത്തു പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഭയം ജനിക്കും എന്ന് പറഞ്ഞാൽ ശക്തി ചോർന്നു പോകും. ഭയം ജനിച്ചാൽ പിന്നെ ശക്തി ചോർന്നു പോകും. എന്തിനും ഭയം ഉണ്ടായാൽ ശക്തി ഉണ്ടാവില്ല. തൊട്ടടുത്ത് പറയാം എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഒരു അടിയടിച്ചു എന്ന് പറഞ്ഞു, ഞാൻ ശ്രമിച്ചു എന്ന് പറയല്ല, തിരിച്ചു കൊടുക്കാനുള്ള എനിക്കെന്നെ അടിക്കാൻ പറ്റും, പക്ഷെ ഞാൻ അടിക്കില്ല എന്ന് പറയാനുള്ള ഒരു നന്ദിയുണ്ട്. അതായത് എന്തിനാണ് നിൽക്കുന്നത്? സബറ അല കഥ, എന്തിനാണ് നിൽക്കുന്നത്? അവിടെ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു തന്റെ ഒരു സ്വന്തം നിലയിൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നവരോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് പറഞ്ഞു. വലാ തകൂനു കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറൻ വരിആ അന്നാസ് വയസദൂന അൻ സബീലില്ലാഹ്, നിങ്ങൾ ഒരു കൂട്ടരെ പോലെ ആവരുത്. അവർ അഹങ്കാരത്തോടെ വീട്ടിൽ നിന്ന്, വിവരക്കേടാണ് അഹന്ത എന്ന് ഖുർആനിൽ പല സ്ഥലത്തും മനസ്സിലാക്കാൻ സാധിക്കും. വിവരമില്ലാത്തവരാണ് അഹന്താണിക്കുന്നത്. ആകപ്പാടെ ദുനിയാവില് കുറഞ്ഞ കാലമാണ്. അത് തന്നെ നല്ല ശക്തിയുള്ള കാലം വളരെ കുറച്ചാണ്. അത് പോയിട്ട് ഇല്ലാതാവുന്ന സന്ദർഭം ഉണ്ടാവുകയും ചെയ്യും. ചെയ്ത പണിക്കൊക്കെ ഉത്തരം പറയേണ്ടി വരും. അപ്പൊ പിന്നെ എന്തെങ്കിലും ബോധവും വിവരമുള്ളവന് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് ജീവിതം നശിപ്പിക്കും. അപ്പൊ അവന് വിവരമില്ല, ജഹീൽ മുറക്കം, വല്ലാത്ത ജാഹിലാണ്. അവന് ചിലപ്പോൾ ഭയങ്കര വേറെ സയൻസിന്റെ അത് ഇതൊക്കെ മറ്റൊക്കെ അറിയായിരിക്കും, പക്ഷെ ഇത് അറിയില്ല എന്നാണ് നല്ല പറയുന്നത്. അപ്പോ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, എന്തിനാ ജനങ്ങളെ കാണിക്കണത്? പൊങ്ങച്ചം, ഇതൊരു ശ്രദ്ധ. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അഹന്തയോടുകൂടി. ഈ സന്ദർഭം എന്താ വെച്ചാൽ, മദീനയിൽ നിന്നിവിടെ സിറിയയിൽ നിന്ന് വരുന്ന അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പ്രവാചകനും കൂട്ടരും തടയാൻ ശ്രമിക്കുന്നുവെന്ന വിവരം ലഭിച്ചപ്പോ മക്കയിൽ നിന്ന് അബൂജഹലും കമ്പനിയും ഇറങ്ങി പുറപ്പെടും. പക്ഷേ അബൂ സുഫിയാൻ വേറെ വഴി കൂടെ രക്ഷപ്പെട്ടിട്ട് ഒരാളെ വിട്ട് പറഞ്ഞു, നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു, ഇനി യുദ്ധത്തിന് കൊണ്ട് ഇങ്ങോട്ട് പറയണം. ഞങ്ങൾ ഒരുങ്ങി വന്നതാണല്ലോ. എന്താണ് അവരുടെ താല്പര്യം? നമ്മൾ ഇത്തവണ മുഹമ്മദിന്റെ ജനയുടെ കഥ കഴിച്ചിട്ടേ തിരിച്ചു വരുള്ളൂ. അവർ ബദറിൽ വന്ന് 3 ദിവസം വെച്ചും കുടിച്ചും തിന്നും മദ്യം കഴിച്ചും മാടിപ്പാടി, ആണും പെണ്ണും ആടിപ്പാടി നടക്കുന്നതാണ്. ചില ഗോത്രക്കാർ പറഞ്ഞ അബൂജഹൽ ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങളെ നേരിടാൻ ഞങ്ങൾ ഇതിനെ മതി. എന്താണ്? മുഹമ്മദിനും അനുയായികൾക്കും വളരെ കുറഞ്ഞ ആയുധങ്ങളേ ഉള്ളൂ, ആളുകളെ ഉള്ളൂ. അപ്പൊ ആയുധങ്ങളും ആളുകളുമാണ് യുദ്ധവിജയം തീരുമാനിക്കുന്നത് തെറ്റായ ധാരണയാണ്. അതിന്റെ പേരിലുണ്ടായ അഹന്ത, അത് ലോകത്ത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വ്യഗ്രത, ഒരു മാനസിക രോഗം എന്നാണ് ഖുർആൻ പറയുന്നത്.
അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. നിങ്ങൾ അവരെ പോലെ ആവരുത്, അവരെ പോലെ നിങ്ങൾ ആയിപ്പോരുത്. എന്നാണ്ട് ഇപ്പൊ അവരെ പോലെ ആവണമെന്നുള്ള അവിടെ മനസ്സിലാവും. അവരെ അങ്ങനെ ആയിട്ട് അഹന്ത നടിച്ചിട്ട് അഹങ്കാരം, ഈ അഹന്തയും അഹങ്കാരം നമ്മുടെ കൂട്ടത്തിൽ എന്താ ലേശം കാശുണ്ടെങ്കിൽ അവന് പിന്നെ എന്നെ വെച്ചിട്ട് കാര്യമില്ലെന്നാണ്. ഈ പൈസ പടച്ചോ നന്നാണ് എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ നയിക്കും. രണ്ട് കാല് വെട്ടി കിട്ടിയാൽ പിന്നെ അവന്റെ ഭാവവും മനോഭാവമൊക്കെ മാറും. ഒരു നല്ല ഉദ്യോഗം കിട്ടിയാൽ, ഒരു നല്ല പോസ്റ്റ് കിട്ടിയാൽ, അതുപോലെ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം ലഭിച്ചാൽ പിന്നെ ഓന്റെ കോളറക്കാണ്ട് പൊത്തിപ്പിടിച്ചിട്ട് അങ്ങനെ ആരാണ് ഇതിനേക്കാൾ വലിയന്മാർ കാരണന്മാർ കണ്ട അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കോളറൊക്കെ പൊന്തിച്ച് നടക്കുന്ന കുറെ ആളുകൾ. അവരൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ചരിത്രത്തിൽ നോക്കി പഠിച്ചു ബുദ്ധിയുണ്ടെങ്കിൽ മനുഷ്യ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് നമുക്ക് ആളുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ പണമുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ അംഗസംഘമുണ്ട്, ആയുധബലമുണ്ട്. മുഹമ്മദ് കുറെ പാപങ്ങളുമായിട്ടാണ്. ശരിയായിരുന്നു. 300 പേര് അവിടെ ഉണ്ട്. ഇവിടുത്തെ 1000 ആളുകൾ, 3 ഇരട്ടി ശക്തി. അപ്പൊ ഇത് ജനങ്ങളെ കാണിച്ച് പരാജയപ്പെടുത്തി കളയാം എന്നുള്ള നിലയിൽ അഹന്തയോടെ ഇറങ്ങി അള്ളാഹ് നന്നായിട്ട് അറിയായിരുന്നു അവരെന്താ ചെയ്യണത്, അവരെന്താ കാട്ടണതെന്നും എന്താ സംഭവിക്കാൻ പോണെന്ന് അള്ളാഹുവിന് നന്നായി അറിയാമായിരുന്നു. എന്നിട്ട് ഈ പാവങ്ങൾ യുദ്ധം ചെയ്യാൻ വന്നതല്ല, അവർ കച്ചവട സംഘത്തെ തടയാൻ വന്നതാ. അവസാന നബി പറഞ്ഞു അങ്ങോട്ട് പോട്ടേന്ന്. അവരങ്ങോട്ട് നയിക്കുന്നു. എന്നിട്ട് ആ 2 മനോഭാവക്കാരെയും കൂട്ടിമുട്ടിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അവിടെ എന്താ സംഭവിച്ചത്? ഇത് സയ്യന ലഹുമു ശൈത്താനു അഅമാലഹും ഫഖാല ലാ ഗാലിബ ലക്കും അൽയൗമ മിനൻ നാസ് വഇന്നി ജാറു ലക്കും ഫലമ്മാ തറാഅത് ഫിഅതാനി നഖസ അലാ അഖിബി. ഇബ്ലീസ് അവരെ കയറി എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. ഇത് നമുക്കുള്ള ഒരു വലിയ പാടാണ്. ആവുന്നത് ലേശം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇബ്ലീസിനെ തലയിൽ കയറിയിട്ട് അള്ളാഹുവിനെ സ്മരിക്കാതെ പോയാൽ ഇബ്ലീസിനെ തലയിൽ കയറിയിട്ട് പറയും ഇന്ന് നിന്നെ വെച്ച് കാര്യമില്ല. അത് തന്നെയാണ് അവർ പറഞ്ഞത്. നിങ്ങളെ പരാജയപ്പെടുത്താൻ ജനങ്ങളിൽ ആർക്കും സാധ്യമല്ല, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്, ഇനി ജാറില്ല കൊന്നു. അവസാനം അല്ല പറയാ, ബാക്കി കഥാർത്ഥ പറയണത് അത് അവന്റെ വർത്താനം കഴിഞ്ഞു. അവസാനം ഈ 2 സംഘങ്ങൾ ഇങ്ങനെ കൂട്ടിമുട്ടിയപ്പോ അവര് യുദ്ധമുഖത്തേക്ക് വന്നപ്പോ കാല് പിന്നോട്ട് വെച്ചു. ഇബ്ലീസ് കാല് പിന്നോട്ട് വെച്ചിട്ട് ഇബ്ലീസ് അള്ളാഹെ പഠിക്കുന്ന ആര് പറയുന്നത്? അവള് പറയാ നിങ്ങൾ കാണാത്തതേ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മലക്കുകൾ അണിയണിയായി ഇറങ്ങുന്നു. കൂട്ടുകാരാണല്ലോ പഴയ യുദ്ധമുഖത്ത് അള്ളാഹുവിന്റെ പ്രവാചകനെ സഹായിച്ചുകൊണ്ട് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങുമ്പോ ഇബ്ലീസ് മനസ്സിലായി ഇത് സംഗതി പെശകാണ്, ഞാൻ ഇല്ലട്ടോ ഉത്തരവാദിത്വം ഞാൻ വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചാടിപ്പോയി. ഇതെന്താ ഇവിടെ പഠിപ്പിക്കുന്നത്? എല്ലാ മനുഷ്യരുടെയും എല്ലാ സംഘങ്ങളുടെയും എല്ലാ രാഷ്ട്രങ്ങളുടെയും ആളുകളുടെ തലയിൽ നയിക്കുന്ന ആളുകളുടെ തലയിൽ ഇബ്ലീസ് കയറിയ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. ഇബ്ലീസ് അങ്ങോട്ട് കയറിയിട്ട് പലതുകൊണ്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാക്കാം ലോകത്തിൽ ചരിത്രത്തിലെ ഏറ്റവും അങ്കലികളാണ് നിന്റെ പേര് എഴുതപ്പെടുമെന്ന് പറഞ്ഞു കൊടുക്കും. ഈ പാവം മരിച്ചുകൊള്ളുന്ന കാര്യം മറന്നുപോകും. അങ്ങനെ എത്ര ഭരണാധികാരികളാണ് പോയത്, എത്ര കൊമ്പന്മാരാണ് പോയത്. പട്ടണവാസികളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക, നിങ്ങളുടെ മുന്നിലുള്ള കൊമ്പന്മാരും എങ്ങനെയായിരുന്നു? അവരുടെ തലയിലും പിശാച് കയറിയിട്ട് അവരെ വഴിതെറ്റിച്ചു. അവരുടെ മെന്റാലിറ്റി ഡിസോർഡറാണ്, അവർക്ക് മാനസിക രോഗമായിരുന്നു. അങ്ങനെയാണ് അവർ നശിച്ചു പോയത്. നിങ്ങൾ അവരെ പോലെ നശിക്കുന്നവരാവരുത് എന്ന് സത്യത്തിൽ വിശ്വസിക്കാൻ താല്പര്യമുള്ള ആളുകളെ വളരെ ആഴത്തിൽ ഹൃദയസ്പർക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഇബ്ലീസ് എപ്പോഴും വന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കും. കാര്യം ഗൗരവമാകുമ്പോ തടിയെടുത്ത് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഇബ്ലീസിന്റെ ഷർറിൽപ്പെടാതെ രക്ഷപ്പെട്ട് ജീവിച്ച് വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت على نفسك.
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب، أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്നപോലെ ഞങ്ങളോട് മാത്രയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യൻ അവൻ്റെ ജീവിതം, അവൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ പരിഹാരം എല്ലാം ഇവിടെ ഉണ്ട്. മനുഷ്യന്മാർ നമ്മളിവിടെ ഉണ്ട്, ജീവിതം നടക്കുന്നുണ്ട്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് അത് മനസ്സിലാക്കിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നില്ല, മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാനും കഴിയുന്നില്ല. പിന്നെ നമ്മളിതും കൊണ്ട് എന്താ കാട്ടണമെന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നു, സാധാരണ ഫറളാണ് നിസ്കരിച്ചില്ലെങ്കിൽ ഇതിൽ 3 വെള്ളിയാഴ്ച പള്ളിയിൽ വന്നില്ലെങ്കിൽ ഇതിൽ മെമ്പർഷിപ്പില്ലാന്നൊക്കെ ഏതോ പണ്ഡിതന്മാർ പറഞ്ഞിട്ട് അതോടെ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നു. അപ്പോൾ കഴിഞ്ഞ പരമാവധി അയാളെ അധിക പ്രശ്നം കഴിഞ്ഞു വരാമെന്ന് വിചാരിച്ചു ഇങ്ങനെ അണിയായി വരുന്ന ആളുകൾ വേറെ ഉണ്ടാവും. പിന്നെ വന്നാല് ഉറക്കം തോന്നുന്നവരുണ്ടാവുന്നു, പല കൊലത്തിലൊക്കെ ഉണ്ടാവും. ഇതിത്ര ഗൗരവത്തിൽ ആരും തലകേറില്ല. പക്ഷെ ഇതൊക്കെ ഗൗരവത്തിൽ കയറിയിട്ട് എന്ന് വിലപിക്കുന്ന ഒരു ദിവസം വരും. അള്ളാഹ് നേരെ ചോദിക്കും, ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ച് മനസ്സിലാക്കി ചെയ്തിട്ട് വന്നിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്ന് വിലപിക്കുന്ന ഒരു രംഗം എല്ലാ ആളുകളുണ്ട്. അന്നേരം അള്ള പറയും, ഇപ്പൊ നീ ആലോചിച്ചെന്താ കാര്യം, ഞാൻ നേരത്തെ പ്രവാചകന്മാരെ വെട്ടിതൊക്കെ പഠിപ്പിച്ചിരുന്നു, അവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു. പ്രവാചകന്മാരുടെ ശേഷം പ്രബോധന പ്രവർത്തകരൊക്കെ പറഞ്ഞു വന്ന അന്നേരം നിനക്ക് ഇതിനൊന്നും നേരില്ല. ഭയങ്കരമായിട്ട് ദുന്യാവുണ്ടാക്കണ തിരക്കായിരുന്നു. ദുന്യാവ് കിട്ടിയില്ല, ഇവിടെ ഒന്നും ലഭിച്ചില്ല. എങ്ങനെ ഉണ്ടാക്കിയാലും പോകില്ല. ഇവിടെ നിന്ന് ഒരു സംശയമില്ലല്ലോ. എത്ര വലുതുണ്ടാക്കിയാലും പോകും, എത്ര കൊലകൊമ്പനായാലും പോകും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളുടെ മനോഭാവം. നമ്മൾ മറ്റൊരാളുടെ നന്മയിൽ പെരുമാറുമ്പോൾ അള്ള നമുക്ക് നിങ്ങളെ തോട്ടിക്കാണ്. വിനയത്തിൽ പെരുമാറുമോ, ഭൂമിയിലൂടെ വിനയം നടക്കാം. അഹങ്കാരത്തോടെ ഭൂമിയിൽ നടക്കുക. കാരണം നിനക്ക് അതിന് അവകാശമില്ല. ഇബാദുർ റഹ്മാനിൽ ആ കൃത്യം പറഞ്ഞില്ലേ, ഹൗനായിട്ട് വിനയാന്യത. അപ്പൊ വിനയം എന്ന മനോഭാവം വേണം. അതാണ് നിനക്ക് നിശ്ചയിച്ച ഓർഡർ, ക്രമം. ക്രമഭംഗം വരുത്തിയാൽ, അക്രമമായാൽ അക്രമി, വാലിമെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമഭംഗം വരുത്തുന്നത് ഡിസോർഡർ. അപ്പൊ മനുഷ്യന്റെ വിജ്ഞാനത്തിലും വിശ്വാസത്തിലും യഥാർത്ഥ ഹക്ക് വേണം, യാഥാർത്ഥ്യ ബോധം ഉണ്ടാവണം. അപ്പോഴാണ് നല്ല മനോഭാവം വരും. നല്ല മനോഭാവം ഉള്ള ആളുകൾക്ക് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. ഇത് വളരെ ആഴത്തിൽ തന്നെ. ഇപ്പൊ ആധുനിക മനഃശാസ്ത്രത്തിൽ ഒരുപാട് ഗവേഷണം നടത്തിയിട്ട് ഈ മെന്റാലിറ്റി ഓർഡറിനെ കുറിച്ചും മെന്റാലിറ്റി ഡിസോർഡറിനെ കുറിച്ചും ടെമ്പർമെന്റൽ മിസ്അണ്ടർസ്റ്റാൻഡിനെ കുറിച്ചൊക്കെ ഒരുപാട് ലേഖനങ്ങൾ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഒരാളിന് മോശമായ ചിന്താഗതി എന്തുകൊണ്ടുണ്ടാകും? ഒരാളെപ്പോഴും നല്ല ചിന്താഗതിയിലൂടെ അതാണ് റസൂൽ പറഞ്ഞു, നന്മ ചിന്തിച്ച നന്മ നീ ചെയ്യണ്ട. നന്മ ചിന്തിച്ചാൽ നിനക്ക് കൊണ്ട് സവാബുണ്ട്. ഒരാളിന് ഒരുപാട് സ്വർണം ലഭിക്കും. എന്റെ സ്വർണം ലഭിച്ചതായിട്ട് സ്വപ്നം കാണും. മലയേക്കാൾ വലിയ സ്വർണം. റസൂലിനടുത്ത് പറഞ്ഞു, അങ്ങനെ സ്വർണം കണ്ടല്ലോ. എന്താ സംഭവം? കഴിഞ്ഞ ദിവസം ഒരു മലയുടെ മുകളിലൂടെ നടന്നു പോകുമ്പോൾ അയാളുടെ മനസ്സിലൊരു ചിന്തയായി, ഈ മലയെല്ലാം സ്വർണമായിരുന്നെങ്കിൽ അതെല്ലാം വിറ്റിട്ട് ഞാൻ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമായിരുന്നു എന്നെന്ന് ആഗ്രഹിച്ചു. ആശ. അങ്ങനെ നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ഉത്തമമായ പ്രതിഫലത്തിന്റെ ഒരു ലാഞ്ചന നിനക്ക് കാണിച്ചു തന്നതാണ് എന്ന് റസൂൽ വ്യാഖ്യാനിച്ചു. എന്ന് പറഞ്ഞാൽ എടുക്കാൻ തീരുമാനിച്ചാൽ, ചെയ്യാൻ തീരുമാനിച്ചാൽ, നീയത്ത് വെച്ചാൽ തന്നെ കിട്ടും. വെറുതെ നീയത്ത് വെക്കണോ, കൊടുക്കാൻ വേണ്ടി നീയത്ത് വെക്കണോ, അതൊക്കെ തിരിച്ചറിയാം. അതുകൊണ്ട് പഠിച്ചതിനെ പറ്റിയാൽ വേണ്ട. വളരെ കൃത്യമായ ആ ഒരു സത്യവും ന്യായവും നീതിയും വെച്ചുകൊണ്ട് നന്മ ചെയ്യാനുള്ള ആശയുള്ള മനസ്സ്, ആ മനോഭാവം,
അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്ന് നല്ല നിലയ്ക്ക് ഖുർആൻ പല സ്ഥലത്തൂടി പറഞ്ഞു. അതിന്റെ ചെറിയൊരംശം ഖുർആനിൽ ഇപ്പൊ 10 ലക്ഷമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 10 ഞാൻ പറഞ്ഞത്. ആ താരതമ്യത്തിന് വേണ്ടി പറഞ്ഞ ഈ വിഷയം ഗൗരവത്തിൽ നിങ്ങൾ എടുത്തുനിന്ന് പഠിക്കണം. ഇബ്ലീസ് നിങ്ങളെ ശല്യപ്പെടുത്തും. അത് അല്ലാത്ത വ്യവസ്ഥയാണ്. കാരണം ശല്യമില്ലെങ്കിൽ നന്നാവില്ല. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ശല്യപ്പെടുത്തുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാർത്ഥന. അള്ളാഹു നമ്മളുള്ള ബന്ധത്തെ ദൃഢപ്പെടുത്തുന്നത് ഇഖ്ലാസ് ഉൾക്കൊള്ളാം. അതിന്റെ കൂടെ ഈ കുലകർബിനാസാണ് ചീത്ത മനോഭാവത്തിൽ നിന്ന് നന്മയിലേക്ക് എത്തിക്കാൻ നമുക്ക് ആയുധമായി അള്ളാഹു നൽകിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും നിരന്തരമായി ആഴത്തിൽ അർത്ഥം പറഞ്ഞു ഓതുക. ബെഡിലെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് അത് ഓതി തല മുഴുവൻ തല മുതൽ കാല് വരെ തടവുമായിരുന്നു 3 പ്രാവശ്യം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് അതിന്റെ വെറുതെ ഓതാൻ വേണ്ടി മാത്രമല്ല പറഞ്ഞു. അത് ഒരുപാട് പ്രാവശ്യം ആത്മാർത്ഥമുണ്ടെങ്കിൽ അതിലേക്ക് അവന്റെ മനസ്സിനെ നയിച്ചുകൊണ്ടിരിക്കും. പൈശാചിക ദൗർബോധനങ്ങളിൽ നകന്നാൽ നല്ല മനോഭാവം ഉണ്ടാകും. ജാഹിലിയത്തിന്റെ അവിടെ വെളിച്ചം കയറും. വിജ്ഞാനത്തിന്റെ അള്ളാഹു എന്ന യാഥാർത്ഥ്യ ബോധം ഉണ്ടാവും. അപ്പോ അതിന് തൗബയാണ്. അള്ളാഹുമായിട്ട് അടുത്തോണം. അള്ളാഹു അല്ലയോ ജനങ്ങൾ സത്യവിശ്വാസത്തിൽ തൗബ ചെയ്യുന്നു. മടങ്ങിക്കൊള്ളൂ. അള്ളാഹുടെ മടങ്ങിക്കൊള്ളൂ. അപ്പൊ അള്ളാഹുവിനടുത്ത് മടങ്ങിയിട്ട് അവനവന്റെ മനോഭാവം നന്നാക്കി കുടുംബജീവിതവും വ്യക്തി ജീവിതവും സാമൂഹ്യ ജീവിതവും ഒക്കെ നന്നാക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ അധ്വാനിച്ച് തരൂ എന്നല്ല പറയുമ്പോ ഞാൻ റെഡിയാണ് എന്ന് പറയാനാണ്. ഇതൊക്കെ സത്യമാണ് എന്ന് സാക്ഷ്യം വയ്ക്കുന്നവരാണല്ലോ ഞാൻ. അഷ്ഹദു എന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞൊക്കെ സത്യമാണ് സാക്ഷ്യം. ആ സത്യസാക്ഷ്യം പൂർത്തീകരിക്കാൻ ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത ഭംഗിയായി നിറവേറ്റുന്ന സത്യവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اللهم اغفر ابو بكر وعمر وعثمان وعلي حمزه والعباس والحسن والحسين من بقيه اصحاب رسول الله اجمعين. കരുണ്യവാനായിട്ടും ഞങ്ങളുടെ എല്ലാവരും കരുണയും ചെറുതവർക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ഭാര്യസന്താനങ്ങൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ എല്ലാ ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം ശരിയാക്കി അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണം. സാമ്പത്തികമായും ശാരീരികമായും നല്ല ആരോഗ്യവും കഴിവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം നമ്പുരാൻ. അകാര്യങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഇതാമത്തോടെ നമ്പുരാൻ. മുന്നേ ഞങ്ങളും നിന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനമാക്കി മാറ്റണം നമ്പുരാൻ. ഈ ഖുർആൻ യഥാവിധി പഠിക്കാനും കാലികമായി അത് മനസ്സിലാക്കാനും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണം നമ്പുരാൻ. എപ്പോഴും പ്രാർത്ഥന നിരതമായ ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നമ്പുരാനെ. അങ്ങനെ ശാന്തമായി ജീവിച്ച് ശാന്തമായി നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ നമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണേ നമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ വിശാലങ്ങളാക്കണേ നാഥ. മാശറിൽ ഞങ്ങളെ സഹായിക്കണേ നാഥ. സ്വർഗത്തിൽ നിന്റെ നിന്റെ മഹത്തായ നൽകി അനുഗ്രഹിക്കണേ നമ്പുരാനെ. നരകശിശി ഞങ്ങളെ കാക്കണേ നാഥ. ഈ പ്രാർത്ഥന സ്വീകരിച്ചു ഉത്തരവിടണേ നമ്പുരാനെ. ഇത് തട്ടിക്കളയാതെ സ്വീകരിച്ചു ഉത്തരം നൽകി അനുഗ്രഹിക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.